ആൻ്റണി ഉണ്ട് നമ്മളോടൊപ്പം. ആൻ്റണി, ഏറെ ഞെട്ടലോടെ മാത്രമേ മലയാളികൾ കലാഭവൻ നവാസിൻ്റെ മരണവാർത്ത ഉൾക്കൊള്ളാൻ സാധിക്കൂ. നമുക്കറിയാം, മിനി സ്ക്രീനിലൂടെ ഒരുപാട് പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ ഒരു വ്യക്തിയാണ് കലാഭവൻ നവാസ്. ആ വ്യക്തി ഇത്ര പെട്ടെന്ന് പോവേണ്ടിയിരുന്ന ഒരാളല്ല, അല്ലേ? ആൻ്റണി ചേരുന്നുണ്ട്. ആൻ്റണി, മിനി സ്ക്രീനിലൂടെ മലയാളി പ്രേക്ഷകരെ ഒന്നടങ്കം ചിരിപ്പിക്കാൻ മാത്രം അറിഞ്ഞിരുന്ന കലാഭവൻ നവാസ്, ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഇത്ര നേരത്തെ അദ്ദേഹം പോവേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? തീർച്ചയായും അപ്രതീക്ഷിതമായ ഒരു വിയോഗം തന്നെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പെട്ടെന്ന് അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്തേക്കൊക്കെ കൂടുതൽ സജീവമാവുകയായിരുന്നു. അങ്ങനെ ആ ഒരു സിനിമയുടെ ചിത്രീകരണത്തിന്, അതിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിൽ എത്തിയത്. ഈ ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചിരുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഷൂട്ടിങ്ങിന് ശേഷം ഇന്ന് ആ ഹോട്ടലിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് അദ്ദേഹത്തെ മരണം കവർന്ന് എടുക്കുന്നത് എന്നുള്ളതാണ്. വളരെ അപ്രതീക്ഷിതമായ ഒരു മരണം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം എന്ന് തന്നെയാണ് നമുക്കതിനെ പറയാൻ വേണ്ടി കഴിയുക. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് ആ സെറ്റിൽ നിന്ന് വന്ന ആളാണ് പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ ഒരു സൂചന എന്ന് പറയുന്നത്. ഏതായാലും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതായാലും കലാഭവൻ നവാസിൻ്റെ പേരും അതുപോലെ തന്നെ ആ മുഖവും നമുക്ക് മലയാളിയെ സംബന്ധിച്ച് ഏറെ സുപരിചിതമായ ഒന്ന് തന്നെയാണ്. കാരണം മലയാളത്തിലെ മികച്ച സിനിമകളിൽ ഇപ്പോഴും മലയാളി ഓർത്തോർത്ത് ചിരിക്കുന്ന ഏറ്റവും മികച്ച സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി കലാഭവൻ നവാസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മലയാളികൾക്ക് ഓർക്കാൻ വേണ്ടി കഴിയും, പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. ആ പേര് അത്രയ്ക്കും സുപരിചിതമാണ്, ആ മുഖം അത്രയ്ക്കും സുപരിചിതമാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മിമിക്സ് ആക്ഷൻ 500, ഏഴര കൂട്ടം, അതേപോലെ തന്നെ ജൂനിയർ മാൻഡ്രേക്ക്, മലയാളത്തിൽ ഏറെ ശ്രദ്ധേയമായൊരു സിനിമയാണ് ഈ ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ വേഷമുണ്ടായിരുന്നു. ഹിറ്റ്ലർ ബ്രദേഴ്സ്, കിടിലോൾ കിടിലം, മായാജാലം, മീനാക്ഷി കല്യാണം, മാട്ടുപ്പെട്ടി മച്ചാൻ, അമ്മ അമ്മായി അമ്മ, മൈ ഡിയർ കരടി, ചന്ത മാമ, അതുപോലെ തന്നെ വൺ മാൻ ഷോ, ഇതിൽ തില്ലാന, വെട്ടത്തിലെ പ്രിൻസ് എന്ന് പറയുന്ന കഥാപാത്രം, ചക്കരമുത്ത്, അതുപോലെ തന്നെ ചട്ടമ്പി നാട്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, തത്സമയം ഒരു പെൺകുട്ടി, മൈലാഞ്ചി മൊഞ്ചുള്ള വീട്, അച്ചായൻസ്, മേരാനാം ഷാജി എന്നീ സിനിമകളിൽ അദ്ദേഹം നമുക്കറിയാം ശ്രദ്ധേയമായ, പ്രത്യേകിച്ച് ഈ മൈ ഡിയർ കരടി, അതുപോലെ തന്നെ ഈ മാട്ടുപ്പെട്ടി മച്ചാൻ അടക്കമുള്ള ഒരു കാലത്ത് ഏറെ ശ്രദ്ധേയമായ സിനിമകൾ തന്നെയായിരുന്നു. ഇപ്പോഴും ടെലിവിഷനിലൊക്കെ വരുമ്പോൾ ആളുകൾ വളരെ ഇഷ്ടത്തോടെ കാണുന്ന സിനിമകളാണ് അതെല്ലാം. വൺ മാൻ ഷോ എന്ന സിനിമ, അതുപോലെ തന്നെ ചന്ദാമാമ അടക്കം നിരവധി ചലച്ചിത്രങ്ങൾ, മലയാളിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമകളിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. അതിന് പുറമെ സ്റ്റേജ് ഷോകളിലും അദ്ദേഹം നിറ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു. ഗായകൻ എന്ന നിലയിൽ നിരവധി സ്റ്റേജുകളിൽ അദ്ദേഹം ഗാനങ്ങളടക്കം ആലപിക്കുന്നതിൽ വളരെ ശ്രദ്ധേയനായിരുന്നു. നമ്മൾ പല സ്റ്റേജ് ഷോകളിലുമൊക്കെ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. അവസാന കാലത്തൊക്കെ ഈ നിരവധി ടെലിവിഷൻ ഷോകളിൽ അദ്ദേഹം ഈ തമാശയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ടെലിവിഷൻ ഷോകളിൽ അതിൻ്റെ ജഡ്ജായി, അതിൻ്റെ വിധികർത്താവായി, അതുപോലെ തന്നെ അതിഥിയായൊക്കെ കലാഭവൻ നവാസ് നിറ സാന്നിധ്യമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഏതായാലും മലയാള സിനിമാ രംഗത്തേക്ക് വീണ്ടും കൂടുതൽ സജീവമാകുന്നതിനിടയിലാണ് ഇപ്പോൾ മരണം അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ കവർന്നെടുത്തിരിക്കുന്നത്. കലാഭവൻ നവാസ് അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ചോറ്റാനിക്കരയിലെ ഹോട്ടലിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിൽ എത്തിയതായിരുന്നു. പിന്നീട് റൂം ബോയാണ് അദ്ദേഹത്തെ നിലത്ത് വീണ നിലയിൽ കാണുന്നത്. ഹൃദയാഘാതമാവാം മരണത്തിന് കാരണം എന്നുള്ളൊരു സംശയമാണ് നിലവിലുള്ളത്. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കായി ചോറ്റാനിക്കര സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. ഏറെ ഞെട്ടലോടെയാണ് മലയാളികൾ ഈ വാർത്ത അറിയുന്നത്.
മലയാളികളുടെ സ്വീകരണ മുറിയിൽ എന്നും ചിരി നിറയ്ക്കുന്ന നിറസാന്നിധ്യമാണ് കലാഭവൻ നവാസ്. മിമിക്രിയിലൂടെയും മിനി സ്ക്രീനിലൂടെയും സിനിമയിലൂടെയൊക്കെ സുപരിചിതനാണ് അദ്ദേഹം. വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഷൂട്ടിങ്ങിന് ശേഷം ഹോട്ടൽ മുറിയിൽ എത്തിയ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണുകയായിരുന്നു. ആന്റണിയുണ്ട് കൂടെ. ആന്റണി, മിമിക്രിയിലൂടെയാണ് കലാരംഗത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. പിന്നീട് ഒരു പിടി നല്ല സിനിമകൾ അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ സിനിമകളിലൂടെയൊക്കെ ഇനി മലയാളികൾ എന്നും അദ്ദേഹത്തെ ഓർക്കും, അല്ലേ? തീർച്ചയായും മലയാള സിനിമയ്ക്ക്, മലയാള കലാരംഗത്തിന് നിരവധി സംഭാവനകൾ നൽകിയ കൊച്ചിൻ കലാഭവൻ എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം, അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ തുടങ്ങുന്നതെന്ന് വേണ്ടി തന്നെ പറയാൻ വേണ്ടി കഴിയും. അവിടെ മിമിക്രിയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയുമാണ് കലാഭവൻ നവാസ് കലാരംഗത്ത് കൂടുതൽ സജീവമാകുന്നത് അല്ലെങ്കിൽ ശ്രദ്ധേയനായി മാറുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ കടന്നുവരവ്. 1995 ചൈതന്യം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, കൊച്ചിൻ കലാഭവനിൽ നിന്നടക്കം മിമിക്രി രംഗത്ത് നിന്ന് നിരവധി താരങ്ങൾ മലയാള സിനിമയിലേക്ക് എത്തിയ ഒരു കാലം കൂടി ആണ്. ദിലീപ് അടക്കമുള്ള ആളുകൾ ഒക്കെ വന്നൊരു കാലമാണ്. അക്കാലത്തൊക്കെ മലയാളത്തിലിറങ്ങിയ മികച്ച സിനിമകളിലൊക്കെ ഈ കലാഭവൻ നവാസിൻ്റെയും ഒരു സാന്നിധ്യം ശ്രദ്ധേയമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ പലപ്പോഴും നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടി കഴിയുന്ന വേഷങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ്. പല സിനിമകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈ ഡിയർ കുട്ടിച്ചാത്തനും, മാട്ടുപ്പെട്ടി, മച്ചാനും, അതുപോലെ തന്നെ ഈ വൺ മാൻ ഷോയും, അങ്ങനെ മിമിക്സ് ആക്ഷൻ 500 അടക്കമുള്ള സിനിമകളൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഇപ്പോഴും മലയാളി ഈ ടി വിയിൽ വന്നാലിരുന്ന് കാണുന്ന സിനിമകളാണ് അതെല്ലാം. അതിലൊക്കെ ശ്രദ്ധേയമായ വേഷങ്ങളിൽ നവാസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് സുപരിചിതനായ ഒരു മുഖമാണ് മലയാളിയെ സംബന്ധിച്ച് കലാഭവൻ നവാസ് എന്ന് പറയുന്നത്. മാത്രമല്ല, അദ്ദേഹം ടെലിവിഷൻ ഷോകളിലടക്കം സജീവമായി തന്നെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളുടെ മരണമാണ് ഇപ്പോൾ പെട്ടെന്ന് അദ്ദേഹം വളരെ സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു മരണം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ അവിടെ ഹോട്ടൽ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് എത്തുന്നത്. അവിടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുന്നതിന് വേണ്ടിയാണ് പിന്നീട് റൂമിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ മരണം അദ്ദേഹത്തെ കവർന്നെടുത്തിരിക്കുന്നത്. ഏതായാലും മൃതദേഹം ഇപ്പോൾ കൂടുതൽ നടപടികൾക്കായി ചോറ്റാനിക്കരയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും വലിയ ഞെട്ടൽ തന്നെ മലയാള സിനിമാ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പലരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മരണം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. കാരണം സജീവമായി തന്നെ ഉള്ള ഒരാളാണ്. നമുക്കറിയാം, ഇപ്പോഴും 51 വയസ്സാണെങ്കിലും വളരെ യുവത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. അത്തരത്തിൽ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള അതേ മുഖവും അതേ രൂപവും അതേ ഇതിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അത്തരത്തിൽ വളരെ സുപരിചിതമായ മുഖം തന്നെയാണ് കലാഭവൻ നവാസ് എന്ന് പറയുന്നത്. അതുതന്നെ അത്തരം ഒരാൾ ഇങ്ങനെ ഇന്നലെ വരെയും ഒക്കെ സജീവമായി, അല്ലെങ്കിൽ ഈ മരിക്കുന്ന തൊട്ട് മുമ്പുള്ള നിമിഷം വരെ സിനിമാ രംഗത്തും ഒക്കെ സജീവമായി നിൽക്കുന്ന ഒരാളുടെ മരണമാണിപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ളത്. മലയാള സിനിമാ ലോകം അതിൻ്റെ ഞെട്ടലിൽ തന്നെയാണ്. പലരും ഇപ്പോൾ അദ്ദേഹമുള്ള ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യുന്നത്. ഏതായാലും ഇനിയിപ്പോൾ നാളെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ നടക്കും. അതിനുശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ള കാര്യമൊക്കെ വ്യക്തത വരികയുള്ളൂ. ഏതായാലും വലിയ ഒരു വിയോഗം എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായൊരു വിയോഗം, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗം തന്നെയാണ് കലാഭവൻ നവാസിലൂടെ ഉണ്ടായിരിക്കുന്നത്. 51 വയസ്സിലാണ് അദ്ദേഹം ഇപ്പോൾ വിട പറയുന്നത്. ഇനിയും നിരവധി വേഷങ്ങൾ, നിരവധി ശ്രദ്ധേയമായ കലാരംഗത്ത് നിരവധി സംഭാവനകൾ നൽകാൻ സമയമുണ്ടായിരുന്നു. പക്ഷേ 51 വയസ്സിലിപ്പോൾ കലാഭവൻ നവാസ് വിടവാങ്ങുകയാണ്. കൊച്ചിയിലെ ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടലിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ കലാഭവൻ നവാസിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്.
മിമിക്രിയിലൂടെ ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നുവന്ന അദ്ദേഹം ടെലിവിഷൻ പരമ്പരകളിലൂടെ കുടുംബ സദസ്സുകളുടെ പ്രീതി പിടിച്ചുപറ്റിയിരുന്നു.